ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റിയും എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും താല്പര്യപ്പെട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ പക്ക ഈ ഒരു 10th ലാസ്റ്റ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ എന്നാണ് ഞാൻ പറയുന്നുള്ളത്. കാരണം കുറേ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായാലും പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലുള്ള സ്റ്റഡി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ 10th ക്ലാസ്സിൽ നമുക്ക് ഫൈനൽ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ വരുന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എൻ്റെ ഓണം എക്സാമിൻ്റെ മാർക്സും കൂടി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ പ്ലീസ് വാച്ച് ടിൽ എൻഡ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് പറയാം. ചാലഞ്ച് അല്ല, ഞാൻ ഇതിനൊരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് എടുക്കുന്നുള്ളത്. നമ്മുടെ ചാലഞ്ച് എഫേഴ്സ് ആരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് എന്താ കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഞാൻ ലാംഗ്വേജിൻ്റെ 1, 2 അതായത് അതും പിന്നീട് സോഷ്യലുമാണ് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ മടിയായി ആ ഒരു 2 ദിവസം, ആ ഒരു 3 ദിവസം. അപ്പോൾ ചാലഞ്ച് എഫേഴ്സിൽ ആ ഒരു ഭാഗം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ചാലഞ്ചൊക്കെ അതുപോലെ തന്നെയാണ് കേസ് പോകാറുള്ളത്. അപ്പം നിങ്ങൾ ആ ചാലഞ്ച് എഫേഴ്സ് ചില ആൾക്കാരൊക്കെ ഫസ്റ്റൊക്കെ, അതായത് ആ ചാലഞ്ച് എഫേഴ്സിൻ്റെ ഫസ്റ്റ് ടൈമൊക്കെ എല്ലാവരും ചില ആൾക്കാർ ചെയ്തിട്ട് വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ട് ഞാൻ കൊടുത്തിരുന്നു. എനിക്ക് നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം അതാണ് ചാലഞ്ച് എഫേഴ്സ് നമുക്കിപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാത്സ് സീരീസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അത് നമ്മൾ എന്തായാലും തുടങ്ങുന്നതായിരിക്കും. കാരണം നമുക്ക് സ്കൂളൊക്കെ തുടങ്ങിയതുകൊണ്ട് ടൈമില്ല റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോൾ തന്നെ സമയം ഓൾമോസ്റ്റ്, ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ഓൾമോസ്റ്റ് 6 മണിയായിട്ടുണ്ട്. ഇപ്പം ടൈം 6:25. അപ്പം എന്തായാലും ഇത്ര ലേറ്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ ഇനി സ്കൂളിൻ്റെ കാര്യം ചെയ്യാണ്ട്. ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ അതിൻ്റെ ക്ലബിലും ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് കുറേ പറഞ്ഞ് ലാഗ് എടുപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 115 ചാപ്റ്റേഴ്സാണുള്ളത്. അതായത് ഞാൻ കണക്കൂട്ടിയിട്ടില്ല കേട്ടോ, അത് നമുക്ക് എല്ലാവരും പറയുന്നുള്ളത് അങ്ങനെയെന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ 115 ചാപ്റ്റേഴ്സാണ് ടോട്ടലായിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പം നമ്മൾ ജനുവരി 1 മുതൽ ഓൾമോസ്റ്റ് ഒരു 29 ഡേയ്സ് ഓർ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു ചാലഞ്ച് പൂർത്തി ചെയ്യാം. അപ്പം ഈ ഒരു ചാലഞ്ച് കൊണ്ട് പക്ക നിങ്ങൾക്ക് ഫുൾ A+ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പക്ക സ്റ്റഡി പ്ലാനാണ്. നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉപകാരമായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ നടന്ന സ്റ്റഡി പ്ലാൻസും സ്റ്റഡി ചാലഞ്ചസും പോലെ അല്ല ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ദയവേത് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നുള്ളത്. എന്തായാലും എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം ഉണ്ടാവും ഗൈസ്. നിങ്ങൾ എടുത്താലേ പറ്റൂ. ഇനി ഇതുവരെയുള്ള മാർക്സൊന്നും നിങ്ങൾ നോക്കണ്ട. എൻ്റെ മാർക്സ് എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം അതെന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചാലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 115 ചാപ്റ്റേഴ്സാണ് എല്ലാ സബ്ജക്റ്റിലുമായിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില ഫോക്കസ് ഏരിയാസൊക്കെ വരുമ്പോൾ അത് കുറച്ച് കുറയും കേട്ടോ. പക്ഷേ 115 ചാപ്റ്റേഴ്സ് നമ്മൾ എന്തായാലും പഠിക്കണം ഗൈസ്. എന്നാലും ഫോക്കസ് ഏരിയ ആണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം 115 ചാപ്റ്റേഴ്സ് നമുക്ക് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അല്ല 29 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഫെബ്രുവരിയിൽ ഫുൾ റിവിഷനാണ് ചെയ്യുന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു 30 ഡേയ്സിൽ നമ്മൾ ഫുൾ ചാപ്റ്റർ പഠിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു പോകും. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെന്ന് പറയാൻ വന്നത്, നമ്മുടെ പുതിയ ചാനലുണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ചില ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70 മെമ്പേഴ്സോളം നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ അവരൊക്കെ അടിപൊളി ആയിട്ടാണ് അതിൽ നമുക്ക് സ്റ്റഡി ഡിസ്കഷൻസും പല ക്വസ്റ്റ്യൻസും നമ്മൾ അതിൽ സോൾവ് ചെയ്യാറുണ്ട്. നമ്മൾ സ്റ്റഡി ടിപ്സ് പറയാറുണ്ട്. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ എത്രത്തോളം ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വൈകുന്നു അത്രത്തോളം വൈകിട്ട് പോകും. അപ്പം എനിക്കതിൽ നിങ്ങൾ കൂടിയിട്ട് ഒരു ലാഭം കിട്ടാനില്ല. നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണ്. ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ നിന്നൊരു ക്യാഷും ഒന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടിയാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉപകാരമായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ആ ഒരു ചാനൽ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിൻ്റെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിന്, അതായത് നിങ്ങൾക്ക് അതിൻ്റെ മെറിറ്റ്സായി തോന്നിയത് എന്താണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത ഉപകാരമായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. ടോട്ടൽ 115 ചാപ്റ്റേഴ്സാണുള്ളത്. നമ്മൾ 30 ഡേയ്സിൽ, അതായത് ഒരു ദിവസം 4 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 29 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്ക് ഫെബ്രുവരിയിൽ അതിൻ്റെ റിവിഷൻസും ചെയ്താൽ പക്കയാവും. പിന്നീട് നമ്മുടെ സീരീസ് ടെസ്റ്റ് 1, സീരീസ് ടെസ്റ്റ് 2, പ്രീ മോഡൽ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ പക്ക സെറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ എല്ലാ ദിവസവും ജനുവരി 1 മുതൽ ജനുവരി 13th അല്ലെങ്കിൽ 29th വരെ നമ്മൾ
എന്താ ഒരു ദിവസം 4 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് പഠിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ട് പഠിക്കാം. ഞാനിപ്പോൾ അതിന് ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോരോ ദിവസത്തിലും പഠിച്ചു പോവുക. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റത്തെ ദിവസങ്ങളിൽ പഠിക്കുക. കാരണം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മടിയാകും. അത് നിങ്ങളിനി ഇപ്പം നിങ്ങൾക്ക് എത്ര ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചാലും ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മടിയാകും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിക്കുക. അതായത് ചില ആൾക്കാർക്ക് സോഷ്യലായിരിക്കും, ചില ആൾക്കാർക്ക് മാത്സ് ആയിരിക്കും. അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നുള്ളത് ബയോളജിയാണ്. കാരണം ബയോളജി എനിക്ക് മാർക്സും കുറവാണ്. എനിക്കത് എന്താ അറിയില്ല, ഭയങ്കര ടഫാണ് എനിക്ക് ബയോളജി. അപ്പം അതായിരിക്കും ഞാൻ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ജനുവരി 1 മുതൽ ജനുവരി 13th or 29th വരെ നമ്മൾ 4 ചാപ്റ്റേഴ്സ് ഈച്ച് ഡേ ഓരോ ദിവസവും നമ്മൾ 4 ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കുമ്പം നമ്മുടെ ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ടോട്ടൽ 115 ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു ജനുവരിയിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. എല്ലാ ദിവസവും ശ്രമിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. പക്ഷേ നമ്മുടെ പിന്നൊന്ന് പറയാൻ വിട്ടുപോയി, നമ്മുടെ മാത്സ് സീരീസിൻ്റെ വീഡിയോസ് നമ്മൾ എല്ലാ സൺഡേസിനും ചെയ്യാൻ ശ്രമിക്കും കേട്ടോ ഗൈസ്. കാരണം നമുക്ക് ചെറിയ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം മാർക്സ്, ഓണം എക്സാംസിൻ്റെ മാർക്സ് ഞാൻ വീഡിയോയിൽ ഇതുവരെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് ഗൈസ്, എന്തായാലും എനിക്ക് അധികം മാർക്കൊന്നുമില്ല, വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഈ കലോത്സവം, പിന്നെ നമ്മുടെ ഫെയർ ആകട്ടെ, അതിനൊക്കെ പോയിട്ട് കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സായി. അതിനുശേഷം മാത്സിലാണെങ്കിൽ ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായില്ല. ഇവിടെ എല്ലാം തലേ ദിവസം പഠിച്ചിട്ടാണ് ഞാൻ ഈ എക്സാമിന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും മാർക്സ് കുറവാണ്. എന്താ പറയുക, 8 നിലയിൽ പൊട്ടിയെന്ന് പറയാം എല്ലാത്തിലും. അപ്പോൾ എന്തായാലും ഞാൻ മാർക്സൊക്കെ കാണിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാർക്ക് നല്ല മാർക്സൊക്കെ അവർ അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഓരോരാൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, സോറി. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ മാർക്സിലേക്ക് പോകാം ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മളിപ്പം പേപ്പേഴ്സൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാർക്സ് കാണിക്കാം. അപ്പോൾ എന്തായാലും ഞാനിപ്പം പട്ടികയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇന്ന് കിട്ടിയത് ഇവിടെയുണ്ട്, മിനിയാന്ന് കിട്ടിയത് ഇവിടെയുണ്ട്. അതൊക്കെ ഒരു വിധത്തിലാണ്. അത് നമുക്ക് മാർക്സിലേക്ക് കടക്കാം. നിങ്ങളുടെ മാർക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോറി, മൈക്കിൻ്റെ വയർ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് നിങ്ങളെ കൂടി അറിയണമല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കുറേ ആൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് എൻ്റെ മാർക്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹിന്ദിയാണുള്ളത്. ഹിന്ദിയിൽ 33.5 മാർക്സ് ആണുള്ളത്. 40ൽ 33.5 മാർക്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഹിന്ദിയിലാണെങ്കിൽ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. ഇവിടെ ലൈറ്റ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ട് അതന്നെയാണ് ഫുള്ള് മാർക്സ് പോയിട്ടുണ്ട്. ക്രിസ്മസ് എക്സാം എന്തായാലും പോയി. ഇനി എന്തായാലും അടുത്ത എക്സാമിന് പിടിക്കണം. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഹിന്ദി കഴിഞ്ഞ് ഹിന്ദിയിൽ 33.5, ഇംഗ്ലീഷ് കണ്ടില്ലേ 57.5 പൊട്ടി ഗൈസ്. 8 നിലയിൽ പൊട്ടി ഇംഗ്ലീഷിൽ ഇവിടെ പോയി. പിന്നീട് സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് കുറേ മാർക്സ് പോയി. പിന്നീട് എവിടെയാണ് പോയത്? പിന്നീട് ഗ്രാമറിൽ ഒരുപാട് പോയി. ഇവിടെ ടീച്ചർ ചെയ്തിട്ടുണ്ട് നോ നീഡ് ഓഫ് ലെങ്തി ആൻസേഴ്സ് ലൈക്ക് ദിസ്. അത് സ്പീച്ചാണ് കേട്ടോ. സ്പീച്ച് ഓൾമോസ്റ്റ് ഞാൻ 7 മാർക്സിന് 3 പേജസ് ഫുൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് 1 പേജിൽ ഞാൻ പറഞ്ഞ പ്രകാരം. അപ്പോൾ അതേപോലെ 3 പേജസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് മാർക്സ് അതിന് 7 മാർക്സ് കിട്ടിയിരുന്നു. പക്ഷേ അവിടെ ടൈം മാനേജ്മെൻറ്റാണ്. ഇവിടെ എനിക്ക് ടീച്ചേഴ്സ് കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ റെസിഡൻഷ്യൽ ആയിപ്പോയി. പിന്നെ ഇവിടെ സ്പീച്ച് പറയുന്നുള്ളത് നമ്മുടെ മോഹൻലാൽ സാറാണ്. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് മമ്മൂട്ടിയാണ്. അപ്പം എന്തായാലും വെറൈറ്റിയാണ് ഫുള്ള് ഉദ്ദേശിച്ചത്. പിന്നീട് ഇവിടെ എന്തൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ഗ്രാമർ ഫുള്ള് തെറ്റായി. ഇവിടെ മൊത്തം തെറ്റി, ഇവിടെ തെറ്റി. പിന്നെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇംഗ്ലീഷിൽ 57.5 ആണ്. ഇതിൽ B+ ആണ്. ഹിന്ദിയിൽ A ആണ്. മലയാളം അടിസ്ഥാന പാഠവലിയിൽ 32.5 ആണ്. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 2 വാക്യം മതി എന്നാണ് ഇവിടെ ടീച്ചർ എഴുതിയിട്ടുള്ളത്. അപ്പം ഞാൻ വലിച്ചു വാരി എഴുതുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം അത്യാവശ്യം വലിച്ചു വാരി എഴുതുന്നുണ്ട്. 4 മാർക്കിന് ചുരുക്കി എഴുതാമെന്ന് ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട് വലിച്ചു വാരി. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈമും തികയാറില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താനൊരു മൂഡ് കിട്ടാറില്ല. അതാണ് പ്രശ്നം, മനസ്സിലായില്ലേ?
അപ്പം മലയാളം എത്രയില്ല, മലയാളത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, വേറൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ എനിക്ക് തുടങ്ങിയാൽ നിർത്താൻ ചെറിയൊരു പണിയുണ്ട്. പിന്നീട് നമ്മുടെ കെമിസ്ട്രിയിലാണെങ്കിൽ 31 മാർക്സാണ് എല്ലാത്തിലും. നമ്മുടെ ഓണം എക്സാംസിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിലും കുറഞ്ഞിട്ടുണ്ട്. അപ്പം 31, 35 ഉണ്ടായതാണെന്ന് തോന്നുന്നു എനിക്ക് ഓണം എക്സാമിന്. ഇപ്പം 31 ആയിട്ടുണ്ട് ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്കും. അപ്പം ഇതിലെന്താ പോയേ, ഇതിലെവിടെയാണ് പോയത് ഞാൻ നോക്കി. അപ്പം ഇതിൽ 31 മാർക്സാണ് കെമിസ്ട്രിയിൽ. പിന്നീട് ഇവിടെ ഉണ്ട് ഗൈസ്, ഹിയർ കംസ് അവർ മാത്സിൽ 65.5, 66 മാർക്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗ്രൂപ്പിൽ കുറേ എണ്ണം പറയുന്നുണ്ടായി, കുറേ ഗൈസ് പറയുന്നുണ്ടായിരുന്നു. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയാണെന്നൊക്കെ. അപ്പം എൻ്റെ മാർക്സ് ഉണ്ടല്ലോ, അതെ ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങളെ പോലെ ഒരു മടി പിടിച്ചൊരു മടിയൻ ചെക്കനാണ് ഗൈസ്. ഇതിൽ സോളിഡ്സ് പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കുറവ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗൈസ്, ആ ഒരു ഫീലിംഗ്. നിങ്ങൾക്ക് അത്രക്കും സങ്കടമായി പോയി. സോളിഡ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 76 മാർക്സിന് ഞാൻ ഉറപ്പായിട്ട് സ്കോർ ചെയ്യേണ്ട പരീക്ഷയായിരുന്നു. സോളിഡ്സ് അവസാനം പഠിക്കാമെന്ന് വെച്ച് അങ്ങനെ മൊത്തത്തിൽ പോയി ഗൈസ്. സോളിഡ്സിലാണെങ്കിൽ ഒരു ലോഡ് ഇക്വേഷൻസ് എന്താ ചെയ്യുക, ഇനി നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അതിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ തോന്നി. അപ്പം ഇവിടെ എന്തൊക്കെയോ ടീച്ചർ വരച്ചിട്ടുണ്ട്, എന്താണെന്നറിയത്തില്ല. അപ്പം മാത്സിൽ ഇപ്രാവശ്യം മാർക്സ് കുറഞ്ഞു, 75 ഉണ്ടായത് 65.5. മൊത്തത്തിൽ സാഡാണ്. പിന്നീട് നമ്മൾ കേരള പാഠാവലിയിലേക്ക് വരുമ്പം ഇവിടെ 40ൽ 30 മാർക്സാണ്. അപ്പം ഇതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതിയാൽ സമയം തികയില്ല, ടീച്ചർ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പം എന്തായാലും ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ, സോറി. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാം, ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ചോദ്യം കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഉത്തരം എഴുതിയത്. മൊത്തം റെഡിങ് പെന്നോണ്ട് എഴുതിയിട്ടാണ് കേസില്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പേപ്പർ എടുത്ത് ഈ 2 വരി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേരള പാഠാവലിയിൽ 40ൽ 30 മാർക്സാണ്. പിന്നെ നമ്മുടെ ബയോളജി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ നിങ്ങളുടെ അടുത്ത് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ കണ്ടത് ഞാൻ പറയുന്നില്ല, താനോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. താനോസ് എന്നാണ് എഴുതിയിട്ടുള്ളത്, ഫംഗൽ ഡിസീസ്. ഇത് രണ്ടും ആദ്യം മുതലേ പൊട്ടലാണ് കേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കറക്റ്റാണ്. മൊത്തത്തിൽ ഇങ്ങനെ മാലപ്പടക്കം പൊട്ടുന്ന മാതിരി പൊട്ടി വന്നതാണ്. ഇത് എവിടെ കണ്ടോ, ഫുൾ പൊട്ടിപ്പോയി. 40ൽ 29 മാർക്സാണ് ബയോളജിയിൽ. സോഷ്യലിൽ എനിക്ക് ആകെ കുറച്ച് ആശ്വാസമുള്ളത് ഈ സോഷ്യലിലും പിന്നീട് നമ്മുടെ ഫിസിക്സിലും പിന്നീട് IT യിലുമാണ്. IT മാർക്സ് ഞാൻ പറയാം. അപ്പോൾ സോഷ്യലിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് നീറ്റ്ലി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, അന്ന് തന്നെ എഴുതിയാണ്. അപ്പോൾ ഇവിടെ 72 ആണ്. 80ൽ നമുക്ക് 72 മാർക്സാണ് സോഷ്യൽ സയൻസിൽ. അപ്പം സോഷ്യൽ നമ്മൾ ശ്രദ്ധിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ 8 അടിക്കാം, ഏകദേശം 8 അടിക്കാനാവട്ടെ. ഓക്കെ, അവിടെ ഇതാണ് മാർക്സ്. സോഷ്യലും വലിയ റൈറ്റ് നീറ്റ്ലി, മൊത്തത്തിൽ റൈറ്റ് നീറ്റ്ലിയാണ് ഗൈസ് എക്സ്ട്രാ. അപ്പോൾ സോഷ്യൽ ഇത്രയും മാർക്സ് കിട്ടാനുള്ള കാരണം ചില ആൾക്കാർ പറയുമായിരിക്കും, അതുകൊണ്ടാണ് പറയും. ചില ആൾക്കാർ പറയും അമ്മയല്ലേ അധികം മാർക്ക് കിട്ടുക എന്ന് പറയുമായിരിക്കും. എന്നിട്ടല്ല, ഇത് സോഷ്യൽ കാരണം നമുക്ക് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും. കാരണം നമുക്ക് സോഷ്യലാകുമ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ പേടിയിൽ നമ്മൾ ഡെയിലി നമ്മൾ സോഷ്യലി അന്നെടുത്തത് അന്ന് തന്നെ പഠിച്ചു പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് 72 മാർക്സ് സ്കോർ ചെയ്യാൻ എനിക്ക് ഈസിലി പറ്റിയിട്ടുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ സീക്രറ്റ്. ഡെയിലി പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അമ്മ ഡെയിലി സ്കൂളിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മുടെ ക്ലാസ്സിൽ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് 72 മാർക്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ബാക്കി എല്ലാ സബ്ജക്ട്സിലും ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിലും അത് എനിക്കത്ര എഫക്റ്റീവായി തോന്നിയില്ല. ബട്ട് സോഷ്യൽ അങ്ങനെ ആയിപ്പോയി. സോഷ്യൽ എനിക്ക് തോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയാണ്. ഏകദേശം പേപ്പേഴ്സും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിസിക്സ് പറഞ്ഞില്ല അല്ലേ, സോറി. ഫിസിക്സിൽ 37.5 ആണ് 40ൽ. ഇതിൽ A+ ഉണ്ട്. സമാധാനമായി. അപ്പം ഫിസിക്സിൽ 37.5, അതായത് 38 മാർക്സ് ഉണ്ട് ഇവിടെ. അപ്പം ഫിസിക്സിൽ ഇവിടെ ചില ഇക്വേഷൻസൊക്കെ ടീച്ചർ തന്നെ ചെയ്തിട്ടുണ്ട്. ടീച്ചർ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മാർക്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അവസ്ഥയും കൂടി എന്തായാലും കമൻറ്റ് ചെയ്യാം. എല്ലാവരുടെയും നമ്മുടെ കമ്മ്യൂണിറ്റി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത്
നമ്മുടെ ഓണം എക്സാമിനെ കാട്ടി ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പം നിങ്ങളുടെ അവസ്ഥ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നീട് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ വാട്സപ്പ് ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ അതിനോട് തൊട്ട് താഴെ കിടക്കുന്ന ആ ഒരു ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി ഡിസ്കഷനിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫോളോ ചെയ്യുമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം കുറേ പേര് സ്റ്റഡി പ്ലാൻ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക ഗൈസ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ A+ അടിക്കാൻ പറ്റും. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇനി ഈ വാക്ക് അതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരാൻ ശ്രമിക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അഭിനവ്.